എല്ലാവർക്കും നമസ്കാരം. വീടിൻ്റെ പോസിറ്റിവിറ്റി കൂട്ടാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് മാർഗ്ഗങ്ങൾ ഞാനിവിടെ പറയാമെന്ന് വിചാരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് പഴയ സാധനങ്ങൾ ഇരിക്കുന്നുണ്ടാവും. പഴയ സാധനങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഐറ്റം ഞാൻ പറഞ്ഞുതരാം. ഈ പഴയ കോയിൻസ് ഇല്ലേ, പഴയ കോയിൻസ്. ഇപ്പോൾ നമ്മൾക്ക് പലർക്കും അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനൊക്കെ ഉണ്ടാവും ഈ കോയിൻ കളക്ഷനൊക്കെ ഉണ്ടാവും. പഴയ കോയിൻസ്, പല രാജ്യങ്ങളിലെ കോയിൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ തന്നെയുള്ള പല പല കോയിനുകൾ നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നൊരു പ്രവണത ഉണ്ടാവും. അത് പണ്ടത്തെ പല മെറ്റലിൻ്റെ, ഇന്നുള്ള സ്റ്റീലിൻ്റെയാണ്, പണ്ടത്തെ അത് വേറെ വേറെ മെറ്റൽസ് ആയിരിക്കും. അപ്പോൾ ഇതേപോലത്തെ കോയിൻസൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ ഡെഡായിട്ട് അനങ്ങാതെ പൊടി പിടിച്ച് തുടങ്ങി ഇരിപ്പുണ്ടാവും, അല്ലെങ്കിൽ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മൾ അത്തരം സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഈ മെറ്റലിൻ്റെ അകത്ത് എനർജീസ് വന്ന് അറ്റാച്ച് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവർ കയറിയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ഈ ക്ഷേത്രങ്ങളിലേക്ക് വിഗ്രഹങ്ങൾ അത് മെറ്റലിൻ്റെയാണ്, പഞ്ചലോഹത്തിൻ്റെ ഉണ്ട്, റിച്ചർ ബ്രാസിൻ്റെ ഉണ്ട്, പല പല മെറ്റൽസിൻ്റെയും വിഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ചൈതന്യം നിൽക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനർജിക്ക് ഇരിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് മെറ്റലിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത്. പഞ്ചലോഹത്തിലൊക്കെ ഉണ്ടാക്കുന്നതിന് പ്രത്യേകതയുണ്ട്. അതേപോലെ നമ്മുടെ വീടുകളിലും ഉണ്ടാവും, വിഗ്രഹങ്ങൾ ഇരിപ്പുണ്ടാവും. അപ്പോൾ ഈ വിഗ്രഹങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറായ രീതിയിൽ അതിനെ വാഷ് ചെയ്ത് ശുദ്ധീകരിച്ച് ജപങ്ങളൊക്കെ ചെയ്ത് അതിനെ ചാർജ് ചെയ്ത് വെക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അല്ലാതെ നിങ്ങളത് ജസ്റ്റ് അലക്ഷ്യമായ രീതിയിൽ എവിടെയെങ്കിലും സൂക്ഷിക്കുന്നത് ഗുണത്തേക്കാളുപരി ദോഷമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ദേവിയുടെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രതിമ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എങ്ങനെയാണ് നെഗറ്റീവ് ചൈതന്യം വന്നതെന്നുള്ളത്. അത് അങ്ങനെയാണ്. അവിടെ പൊടി പിടിച്ച് മാറാമ്പലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കാനുള്ള യോഗ്യത നെഗറ്റീവ് എനർജിക്കാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു വസ്തുതയാണ്. അപ്പോൾ കോയിൻസ്, പഴയ കളക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സാധനം എടുത്തിട്ട് നിങ്ങൾ ആ ഇരിക്കുന്ന മുറി ഒന്ന് നോക്കുക. ആ മുറിയിലെ എനർജി വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഡൗസിങ് റാഡ് ഒരെണ്ണം സംഘടിപ്പിച്ചിട്ട് ആ ഡൗസിങ് റാഡ് വെച്ചിട്ട് അതിന് എനർജി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മനസ്സിലാവും. അപ്പോൾ നിങ്ങളത് ആ കോയിൻ അവിടെ നിന്ന് മാറ്റി അതിനെ വാഷ് ചെയ്ത് ഒന്ന് ശുദ്ധീകരിച്ച് അതിനെ എവിടെയെങ്കിലും ഭദ്രമായിട്ട് മാറ്റി വെക്കുക. നിങ്ങൾക്ക് എടുക്കുന്ന മുറിയിലൊന്നും വെക്കരുത് ആ സാധനങ്ങളൊന്നും, പ്രത്യേകിച്ച് ഈ കോയിൻസ്. അതേപോലെ തന്നെ കളക്ഷനുള്ള പല സാധനങ്ങളുണ്ടാവും. നമുക്ക് പഴയ സാധനങ്ങൾ, ആൻറ്റിക് സാധനങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ അത്ര സാധനങ്ങൾ വീടുകളിൽ നമ്മൾ പെരുമാറുന്ന മുറികളിൽ വെക്കാതെ നിങ്ങൾ എവിടെയെങ്കിലും ഉപയോഗിക്കാത്ത ഏതെങ്കിലും സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് അത് ശുദ്ധമായിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഒന്ന് തുറന്നൊക്കെ നോക്കി ഒന്ന് ക്ലെൻസ് ചെയ്ത് രണ്ടാമത് വേണമെങ്കിൽ വെക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു പോയിൻ്റാണ്. ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അചേതന വസ്തുക്കളായിട്ടുള്ള സാധനങ്ങൾ, പല പല ബോക്സുകൾ, അതുപോലുള്ള സാധനങ്ങൾ, എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്നതിൻ്റെ ചില ഭംഗിയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മളിങ്ങനെ വെക്കും, ഇരിക്കട്ടെ എന്തെങ്കിലും ഉപയോഗിക്കാം. ഡപ്പികൾ, ഇത്ര സാധനങ്ങളൊക്കെ നിങ്ങൾ ആവശ്യമില്ലെന്നെങ്കിൽ അത് പുറത്തേക്ക് കൈയോടെ തന്നെ കളയുക. കുപ്പികൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അതേപോലെ തന്നെയാണ് ഈ സംഗതിയും. അതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് കോയിൻ. അപ്പം ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഈ കോയിൻസിൻ്റെ കേസിനകത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കോയിൻ ഇതുപോലെ തന്നെ നമ്മൾ കുറേ അധികം കോയിൻസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ആ സാധനം പഴയത്, വളരെ പഴയ കോയിൻസാണ്. പഴയ 5-ൻ്റെ കോയിൻ, പിന്നെ 20-ൻ്റെ കോയിനൊക്കെ അങ്ങനെ കുറേ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനിത് ഒരു സ്ഥലത്തിരുന്നപ്പോൾ ആ റൂമിൽ എനിക്ക് വല്ലാത്ത നെഗറ്റീവ് എനർജി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊക്കെ നോക്കിയിട്ടൊന്നും അവിടെ ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്തുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് എനർജി വന്നതെന്നുള്ളത്. നമ്മളവിടെ ക്ലെൻസ് ചെയ്യും, എനർജൈസ് ചെയ്യും, സിമ്പിൾസ് എല്ലാം മറിച്ച് എനർജൈസ് ചെയ്യും, മന്ത്രജപം വെക്കും. പക്ഷേ ആ മുറിയിലത്തെ എനർജി എന്ത് ചെയ്താലും മാറില്ല. അങ്ങനെ തപ്പിപ്പിടിച്ച് വന്നപ്പോഴാണ് ഷെൽഫിൻ്റെ ഏറ്റവും അടിയിലത്തെ കള്ളിയിൽ ഇതുപോലത്തെ കോയിൻസ് ഇരിപ്പുണ്ടായത്. ഞാൻ കോയിൻസ് അവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ട് വെച്ചു. അപ്പോൾ ആ മുറിയിലത്തെ പ്രശ്നം മാറി. അപ്പോഴും ഞാനതിൻ്റെ എനർജി ഒന്നും ചെക്ക് ചെയ്തില്ല, വാസ്തവം പറഞ്ഞ എനർജി ചെക്ക് ചെയ്തില്ല, എടുത്ത് മാറ്റി, അവിടെ നിന്ന് ജസ്റ്റ് മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് കൊണ്ടുവച്ച സ്ഥലത്ത് വീണ്ടും അവിടെ ഈ നെഗറ്റീവ് എനർജിയുടെ പ്രശ്നം വീണ്ടും ഞാൻ ശ്രദ്ധയപ്പെട്ട് കഴിയുമ്പോഴാണ് അത് അവിടെ നിന്ന് ഇതുകൊണ്ടാണ് വന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാനതെടുത്ത് അവിടെ നിന്ന് അതിനെ മാറ്റി വേറൊരു ഉപയോഗിക്കാത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചേക്കാണ് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ ഈ കോയിൻ്റെ കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അങ്ങനത്തെ കോയിൻസ് നിങ്ങളുടെ വീട്ടിൽ വല്ല പഴയതുള്ള ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളതിനെ എനർജി ചെക്ക് ചെയ്യുക. എനർജി ചെക്ക് ചെയ്തിട്ട് അതിനെ ശുദ്ധീകരിച്ച്
ക്ലീൻ ചെയ്ത് വെക്കുക. അതിന് ബെഡ്റൂമിൽ നിന്ന് പ്രത്യേകിച്ച് ബെഡ്റൂമിൽ നിന്ന് വെക്കാതെ വേറെ എവിടെയെങ്കിലും മാറ്റി ഏതെങ്കിലും സ്ഥലത്തുകൊണ്ട് നോക്കുക. അതേപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗമില്ലാത്ത എന്തെങ്കിലും ഐറ്റംസ് നിങ്ങളുടെ ഷെൽഫുകളിലോ അല്ലെങ്കിൽ മറ്റേ കബോർഡുകളിലൊക്കെ ഇരിപ്പുണ്ടാവും. അത് ഉപയോഗിക്കാത്തതാണെങ്കിൽ എത്രയും വേഗത്തിൽ അവിടെ നിന്ന് മാറ്റുക. അചേതന വസ്തുക്കളാണ്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജിയുടെ ഒരു കണ്ടീഷൻ മാറും, ഉറപ്പായിട്ടും മാറും. മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോസിറ്റിവിറ്റി വരും എന്നുള്ള ഒരു സംശയമില്ല, യാതൊരു സംശയമില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ പോസിറ്റിവിറ്റി എങ്ങനെ കൂട്ടാമെന്നുള്ളതിനെ പറ്റി ഒരുപാട് ടിപ്പുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ചെറിയ ചിരാത് പോലത്തെ സംഭവത്തിനകത്ത് മെറ്റലായാലും മതി, അല്ലെങ്കിൽ മണ്ണിൻ്റെ ആയാലും മതി, അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിക്കുക. നല്ല നെയ്യ് ഒഴിക്കുക. ശുദ്ധമായ പശുവിൻ്റെ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് പച്ച കർപ്പൂരം പൊടിച്ച് അതിനകത്തിടുക. അതൊരു തിരിയിട്ടിട്ട് നിങ്ങളൊന്ന് കത്തിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു കത്തിപ്പുണ്ടാവുന്ന ആ ഒരു എനർജി അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു വൈബ്രേഷൻ അവിടെ ആ റൂമിൽ കിട്ടും. അത് നിങ്ങൾക്ക് ആ മുറിയിലത്തുള്ള നെഗറ്റീവ് തരംഗങ്ങളെ മാറ്റിയിട്ട് പോസിറ്റിവിറ്റിയിലേക്ക് വേഗം ആ റൂമിനെ കൊണ്ടുവരാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഈ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയാൻ കാരണം ഈ നമ്മൾ കോയിൻസ് ഉണ്ടല്ലോ, കോയിൻസ് നമ്മളിങ്ങനെ തലക്കൊക്കെ ഒഴിഞ്ഞിങ്ങനെ വായിച്ചിട്ട് നമ്മൾ ഭണ്ഡാരത്തിലിടും നമ്മൾ സാധാരണ. അപ്പോൾ നിങ്ങൾക്ക് കോയിൻ്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതേപോലെ തന്നെ ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ചെയ്യുന്ന ആളുകൾ കോയിനിലേക്ക് നെഗറ്റീവ് എനർജത്തിൻ്റെ ശക്തികളെ കയറ്റിയിട്ട് ഇതുപോലെ ഓരോരുത്തരുടെ വീടുകളിൽ കൊണ്ടുവന്ന് വെക്കാൻ പറയും അവരുടെ ക്ലയൻറ്റിനോട്. നമ്മളിപ്പോൾ ഒരു കോയിൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്, ഒരു കോയിൻ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അതവിടെ ചുമ്മാ ഇരിക്കണമെന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല. കോയിനകത്ത് ഇങ്ങനെ ഈ ബ്ലാക്ക് മാജിക് ചെയ്യുമെന്നൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. നമ്മൾ ഉപയോഗിക്കണം ബ്ലാക്ക് മാജിക് ചെയ്യണമെന്ന് പറഞ്ഞാൽ സിനിമയിലൊക്കെ കണ്ടേക്കണത് ചുമന്ന കളറിൽ പട്ടിൻ്റെ അകത്ത് എന്തൊക്കെയോ പൊതിഞ്ഞ് കെട്ടി ഇതിനെ കൊണ്ടുവന്ന് കുഴിച്ചിടുന്നു, അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു, ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നൊക്കെയാണ്. അതൊന്നുമല്ല, അതൊക്കെ സിനിമയിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാനത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാനത് പറയുന്നത്. എൻ്റെ ക്ലയൻറ്റിൻ്റെ അടുത്ത് ഞാനിങ്ങനെ നോക്കാൻ പറയുമ്പോൾ അവർ നോക്കുമ്പോൾ കിട്ടുന്നത് ഇതുപോലെ കോയിൻ, പിന്നെ ഈ നമ്മുടെ ഈ മെറ്റലിൻ്റെ ഇങ്ങനെ റൗണ്ടിലത്തെ വാഷറൊക്കെ ഇല്ലേ, നമ്മുടെ ഇങ്ങനെ ഈ ഇങ്ങനെ തുളയായിട്ടുള്ളൊരു വാഷർ, അതുപോലെ സാധനങ്ങളൊക്കെയാണ് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്, ഈ മെറ്റൽ വാഷർ. പിന്നെ ഇരുമ്പിൻ്റെ ഇത്രയുള്ള കഷ്ണങ്ങൾ അത് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എടുത്ത് കഴിയുമ്പോൾ കൈ പൊള്ളും. നമുക്ക് കയ്യിലിങ്ങനെ ഭയങ്കര ബേണിങ് എഫക്റ്റ് അല്ലെങ്കിൽ ഭയങ്കര സംഭ്രമം നമുക്ക് ഫീൽ ചെയ്യും സാധനം കയ്യിലെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതേപോലെ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആൾക്കാർ ഇതേപോലുള്ള പല മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കോയിൻസിൻ്റെ പ്രാധാന്യം അതാണ്. അപ്പോൾ കോയിൻസ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുക. കോയിൻസ് ഇങ്ങനെ അൺവാണ്ടഡായിട്ട് ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് എടുത്തിട്ട് അതിനെ ഉപ്പ് പോലെ ഇട്ടിട്ട് വാഷ് ചെയ്തിട്ട് അവിടെ വെക്കുക. അല്ലെങ്കിൽ അങ്ങനെ സംശയാസ്പദ വീടാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന് അമ്പലത്തിലെ ഭണ്ഡാരത്തിൽ കൊണ്ട് ഇടുക. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി വീട്ടിൽ കുറച്ചുകൂടിയും ബെറ്റർ ആക്കാൻ പറ്റും. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് പൂജാതി കർമ്മങ്ങളും മറ്റുള്ളതും മറിച്ചതും അല്ലെങ്കിൽ ഹീലിങ്ങും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ എനർജി ബെറ്റർ ആക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എപ്പോഴും വീട് ശുദ്ധമാക്കി വെക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇതേപോലെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ നമ്മുടെ ഈ ഭിത്തിയെല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്യണം. നല്ല ഒരുപാട് എക്സ്പെൻസീവായിട്ട് ചെയ്യണമെന്നില്ല. ഇടയ്ക്കൊരു പെയിൻറ്റിങ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ എനർജി മാറും. ശരിക്കും പറഞ്ഞാൽ ഒരു 25 വർഷമൊക്കെ പഴക്കം കഴിഞ്ഞാൽ വീടിൻ്റെ ആ ഒരു ചൈതന്യത്തിൽ കുറവ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വർഷം അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ ഒന്ന് പെയിൻറ്റിങ്ങൊക്കെ സിമ്പിളായിട്ട് ചെയ്യുക. അപ്പോൾ വീടൊന്ന് ഫ്രഷായിട്ട് പുതിയ എനർജിയിലോട്ട് അതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഇതിനകത്തുള്ള ടിപ്പുകളാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ വീട്ടിലെ എനർജി ഒന്നുകൂടി നിങ്ങൾക്ക് പോസിറ്റീവാക്കി വെക്കാൻ പറ്റും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.